നമുക്ക് ദൈവവചനത്തിലേക്ക് ദൈവികമായ ആലോചനയാണല്ലോ നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ സഹായിക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. ആ ദൈവശബ്ദം കേൾക്കുവാൻ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപ്പെടുത്തുകൾ നമുക്കായിരിക്കാം. 71 സങ്കീർത്തനം ഒരു മനുഷ്യൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഗർഭം മുതൽ ഉള്ള ദൈവത്തിൻ്റെ കരുതലിനെ പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 71-ാമത്തെ സങ്കീർത്തനം. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ, സ്തോത്രം, അവിടെ മുതൽ എന്നെ താങ്ങാൻ തുടങ്ങിയതാണ് എൻ്റെ ദൈവം തമ്പുരാൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം ഉണ്ടോ? സ്തോത്രം. അപ്പം അമ്മയുടെ ഉദരം മുതൽ എൻ്റെ വാർദ്ധക്യം വരെ, സ്തോത്രം, ഈ ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്നും അങ്ങനെയൊന്നും ആരെയും താങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത്രയും വലിയ ഒരു ഗ്യാപ്പ്. സ്തോത്രം. എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടിയാണ് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ വാർദ്ധക്യം വരെ വരുന്നത്. അവിടെ വരെ ഞാൻ താങ്ങി എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉദരത്തിൽ വഹിച്ച അമ്മ ഇന്ന് നമ്മുടെ കൂടെ പലരുടെയും ഇല്ല. കൈപിടിച്ച് നടത്തിയ പിതാക്കന്മാർ നമുക്ക് പലർക്കും ഇല്ല. സ്തോത്രം. പക്ഷെ നമ്മൾ ഇവിടം വരെ വന്നില്ലേ? സ്തോത്രം. അത് നമ്മെ താങ്ങുന്ന സ്വർഗീയ കരമുള്ളത് കൊണ്ടാണ്. ഈ ആരാധനയ്ക്കും ഈ സ്റ്റെപ്പ് കയറി ഇവിടെ കൊണ്ടുവന്നത് ആ ദൈവത്തിൻ്റെ അദൃശ്യമായ കരമാണെന്ന് വിശ്വസിക്കുന്നവർ നന്ദിയോടെ ആ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ ഈ പ്രായം വരെയും എന്നെ താങ്ങിയ, എന്നെ നടത്തിയ എൻ്റെ ദൈവം എത്ര വലിയവൻ, എത്ര വലിയവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഈ അമ്മയുടെ ഗർഭം മുതൽ വാർദ്ധക്യം വരെ, അല്ലെങ്കിൽ നമ്മുടെ ജനനം മുതൽ മരണം വരെ, സ്തോത്രം, ജനനം മുതൽ മരണം വരെ ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടിയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. വ്യത്യസ്തമായ നിലയിലുള്ള വേദനകളിലൂടെ, വ്യത്യസ്തമായ നിലകളിലൂടെ ഉള്ള അനുഭവങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോരുത്തരും. സ്തോത്രം. അവിടെയെല്ലാം നമുക്ക് രക്ഷ ആവശ്യമാണ്, നമുക്ക് വിടുതൽ ആവശ്യമാണ്, നമുക്ക് സഹായം ആവശ്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ 2 വിധത്തിലുള്ള സഹായം ഈ ഒരു സമയത്ത് ദൈവം തമ്പുരാൻ നമുക്ക് ചെയ്തു തരാറുണ്ട്. സ്തോത്രം. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന്. സ്തോത്രം. നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും ചെന്ന് പാർക്കാവോ? പറ്റത്തില്ല. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ വളരെ സ്വീകരണ സന്തോഷമൊക്കെ ആയിരിക്കും. കൂടെ കൂടെ ചെന്നാലോ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാതെ. അതുകൊണ്ട് അധികം ആൾക്കാർ അങ്ങനെ പോകാറില്ല. മുഷിപ്പ് വരും, അല്ലേ? മുഷിപ്പ് വരും. എത്ര ഉറ്റവരാണ്, ഉടയവരാന്ന് പറഞ്ഞാലും എപ്പോഴും വന്ന് പാർക്കുമ്പോൾ ഒരു മുഷിപ്പ് വരും. പക്ഷേ നമുക്ക് എപ്പോഴും ചെന്ന് പാർക്കാൻ നമുക്കൊരിടമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയാണ്. ഇന്ന് വരെ നീ ഇന്നും വന്നോ? ഇന്നും നീ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ കണ്ണുനീർ തുടച്ച് ഞാൻ വിട്ടത്, നിന്നെ ഞാൻ സഹായിച്ചത്. ഇന്നും കരഞ്ഞുകൊണ്ട് വരുവാണോ എന്ന് ഒരു ദിവസം പോലും കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. ആമേ. നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് പറഞ്ഞിട്ടില്ല നമുക്ക് എപ്പോഴും വന്നു പാർക്കാൻ. ഹല്ലേലൂയ. ആമേ. ആമേ. അവിടെ എന്താ വായിച്ചത്? ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ.
ഹല്ലേലൂയ. ആമേൻ. ഏത് സമയത്തും നമുക്ക് ആ സന്നിധിയിലേക്ക് ചെല്ലാം. ഏത് സമയത്തും എപ്പോഴും നമുക്ക് ചെന്ന് പാർക്കാം. എവിടെ? ദൈവത്തിൻ്റെ സന്നിധി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നതും നമുക്ക് ആശ്വാസം തരുന്നതും നമുക്ക് സമാധാനം ലഭിക്കുന്നതും വിടുതൽ ലഭിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് അപ്പോൾ നമുക്ക് 24 മണിക്കൂറും അവിടെ വാതിൽ തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? ചിലരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാത്രിയും പകലും ഇവിടെ വാതിൽ തുറന്നിട്ടിരിക്കുക, അത് എപ്പം വേണമെങ്കിലും വരാം. 2 ദിവസം അടുപ്പിച്ച് ചെന്നാലോ? സ്തോത്രം. ആ വാതിലുകളൊക്കെ അടയപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ നമുക്കിതുപോലെ ഉറപ്പുള്ള ഒരു പാറ നമ്മുടെ കർത്താവ് പറയുകയാണ്, നിനക്കെപ്പോഴും എൻ്റെ അടുക്കൽ വന്നു പാർക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ ചെല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ചെല്ലുന്നില്ലെന്നേ ഉള്ളൂ. അല്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ചെല്ലുക. ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത് പോലെ. പലർക്കും ദൈവമായുള്ള ബന്ധം അങ്ങനെയാണ്. ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ എപ്പോഴാണ് ചെല്ലുന്നത്? അസുഖമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. സന്തോഷമായിരിക്കും. ആ ഡോക്ടറെ ഒന്ന് വിളിക്കാറുണ്ടോ? സ്തോത്രം. ഡോക്ടറെ, സ്തോത്രം. പ്രൈസ്. പാതിരാത്രിക്കൊക്കെ വിളിച്ചിട്ടുണ്ട്, അർദ്ധരാത്രിക്കൊക്കെ വിളിച്ചിട്ടുണ്ട് ഡോക്ടറെ. സ്തോത്രം. ആമേൻ. അത് വേദനയുടെ സമയത്താണ്. എന്നാൽ നല്ല സന്തോഷമായിരിക്കുന്ന സമയത്ത്, സ്തോത്രം, ആമേൻ, എൻ്റെ വീട്ടിലെ ഒരു നല്ല സന്തോഷമുള്ളൊരു സമയത്ത് ആ ഡോക്ടറെ ഒന്ന് വിളിച്ച്, ഡോക്ടറെ എന്നാണ് വിശേഷം എന്ന് നമ്മളാരും തിരക്കാറില്ല, ക്ഷേമം അന്വേഷിക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല. സ്തോത്രം. ഇതുപോലെയാണ് ദൈവമായുള്ള ബന്ധത്തിൽ. സ്തോത്രം. ആമേൻ. വേദനയും ഭാരവും ഒക്കെ വരുമ്പം വളരെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തെ മുറുകെ പിടിക്കുന്ന അനുഭവം. പിന്നെ അവിടുന്ന് പോരത്തില്ല. സ്തോത്രം. ആമേൻ. എന്നാൽ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴോ, സ്തോത്രം, ആ ബന്ധം എന്ത് ചെയ്യാറുണ്ട്? കുറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എപ്പോഴും എനിക്ക് ദൈവസന്നിധിയിൽ ചെല്ലുന്നൊരു സ്വഭാവമുണ്ട്. അത് കാട്ടിലാണെങ്കിലും ആട്ടിൻകൂട്ടമാണെങ്കിലും രാജാവാണെങ്കിലും പ്രജകളാണെങ്കിലും എത്ര താഴ്ചയിലും ഉയർച്ചയിലും എനിക്ക് എപ്പോഴും ചെന്ന് പാർക്കാൻ, അഭയം ചൊല്ലാൻ എനിക്കൊരു പാറയുണ്ട്. അതെൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പാറയുമായൊരു ബന്ധം ഈ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച ആരംഭ ആരാധനയിൽ തന്നെ ദൈവത്തോട് പറ, കർത്താവേ, എപ്പോഴും എനിക്ക് വന്നു പാർക്കാൻ ഒരു ശക്തമായ പാറ എൻ്റെ ദൈവം മാത്രമാണ്. സുഖമുള്ള കാലത്തും, സന്തോഷമുള്ള കാലത്തും, ദുഃഖമുള്ള കാലത്തും, എൻ്റെ വേദനയിലും എപ്പോഴും എനിക്ക് വന്നു പാർക്കാൻ ഒരു പാറ എനിക്കുണ്ട്. എൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നന്ദി പറയാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും. ഹല്ലേലൂയ, സ്തോത്രം. ആ ഡോർ തുറന്നിട്ടിരിക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ കാണണം. ഏതു സമയത്തും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വന്നു പാർക്കാൻ പറ്റുന്ന ഒരിടമാണ് ദൈവത്തിൻ്റെ സന്നിധി. മധ്യസ്ഥരില്ല. ഈ ലോകത്തിലുള്ള ലോകദൈവങ്ങളുടെയൊക്കെ മുമ്പിൽ എപ്പോഴും ചെല്ലാൻ പറ്റത്തില്ല. അവിടെ നടയടയ്ക്കും, വാതിലടയ്ക്കും. അതിനൊക്കെ പ്രത്യേക സമയവും സീസണും ഉണ്ട്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ അമ്മയുടെ ഉദരത്തിൽ എന്നെ ജനിപ്പിച്ച് ഈ പ്രായം വരെ എന്നെ കൊണ്ടുവന്ന ദൈവം തമ്പുരാൻ ഇന്ന് എന്നോട് പറയുന്നത് അമ്മ ഇപ്രകാരമാണ്: നിനക്ക് എപ്പോഴും വന്നു പാർക്കാൻ നിന്റെ തലമുറകളല്ല, നിന്റെ മാതാപിതാക്കന്മാരല്ല, നിന്റെ സഹോദരന്മാരല്ല, നിന്റെ കൂട്ടുവിശ്വാസികളല്ല, നിന്നെ വീണ്ടെടുത്ത നിന്റെ ഉടയവൻ മാത്രമേ നിനക്കുള്ളൂ. എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കുന്നവൻ, എപ്പോഴും നിന്റെ കൈപിടിച്ച് നടത്തുന്നവൻ, നിന്റെ ഏകാന്തതയിൽ പലരും നിന്നെ വിട്ടുപോകൂ. എന്നാൽ വിട്ടുപോകാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാരും നമ്മുടെ കൂടെ കാണത്തില്ല കേട്ടോ ദൈവമക്കളെ, കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ കൈവിട്ടു പോകും, അവരെല്ലാം കൈവിട്ടു പോകും, മാറിപ്പോകും.
എന്നാൽ ഇന്നും മാറ്റമില്ലാത്തവൻ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും വന്നു പാർക്കാൻ നമുക്കൊരിടം ദൈവസന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. അടുത്തത്, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വചനമാണിത്. സ്തോത്രം. അതാണ് ഇന്ന് കർത്താവ് എനിക്ക് തന്ന ആലോചന, നിങ്ങൾക്ക് നൽകുവാനുള്ള ആലോചന. എന്നെ രക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ രക്ഷിപ്പാൻ ദൈവം 2 വഴിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്ന്, ദൈവം നേരിട്ട് രക്ഷിക്കും. 2, മറ്റൊരു വ്യക്തിയോട് ദൈവം കൽപ്പിക്കും. സ്തോത്രം. ഈ 2 വഴിയിൽ ഏതെങ്കിലും ഒരു വഴി നിന്റെ പ്രയാസഘട്ടങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം അല്ലേ. അപ്പം ദൈവം രക്ഷിക്കുന്നവനാണ്, അപ്പോൾ തന്നെ ദൈവം കൽപ്പിക്കുന്നവനുമാണ്. സ്തോത്രം. നേരിട്ടുള്ള ദൈവപ്രവൃത്തി നമുക്കറിയാം. ദൈവ കൽപ്പനയാൽ നമുക്ക് ലഭിച്ച വിടുതൽ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം അല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യഹൂദ ബാലന്മാരെ അഗ്നിജ്വാലയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവം കൽപ്പിക്കുകയല്ലായിരുന്നു, പിന്നെ നേരിട്ടിറങ്ങി വരികയായിരുന്നു. ആ തീക്കകത്തേക്ക് ദൈവം നേരിട്ട് ഇറങ്ങി വരികയായിരുന്നു. സ്തോത്രം. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ടിറങ്ങി വന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. അതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വലിയ കഷ്ടതയിലായ സമയം ദൈവം എങ്ങനെയാണ് ദാവീദിനെ വിടുവിച്ചെന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. 18-ാം സങ്കീർത്തനത്തിനകത്ത് 18-ാം ദാവീദ് വലിയ കഷ്ടതയിലായ സമയത്ത് 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ദാവീദ് പറയുന്ന അനുഭവമാണ്. ദാവീദിന്റെ വലിയ പരിശോധനയുടെ ഘട്ടങ്ങളിൽ താൻ ഇനി ജീവിക്കുമോ എന്ന് ചിന്തിച്ച സമയത്ത്, വെള്ളം തൻ്റെ പ്രാണന് മീതെ കവിയുമെന്ന് ചിന്തിച്ച സമയത്ത് ദൈവം ദാവീദിനെ രക്ഷിച്ചത് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി. ആമേ. പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള രക്ഷാപദ്ധതിയാണ്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള രക്ഷാപദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമുക്ക് കൂടുതൽ പേർക്കും ഈ കരം കാണാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളും കൂടെ ഒന്ന് വിശ്വസിക്കേണ്ടതിന്, അദൃശ്യമാകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മൾ വിശ്വസിക്കേണ്ടതിന് നമുക്ക് കാണത്തക്ക നിലയിൽ ദൈവം ചില രക്ഷാ പദ്ധതികൾ കർത്താവ് ഒരുക്കും. അത് ഈ വർഷം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ആരോ തട്ടി മാറ്റിയതുപോലെ ഞാൻ രക്ഷപ്പെട്ടെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ കര ഒന്നും കണ്ടില്ല, ആളെ ആരെയും കണ്ടില്ല. സ്തോത്രം. അപ്പം പിശാച് പറയുമോ, നീ ഇത്ര നല്ല പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടതാ, പ്രാക്ടീസ് ഉള്ളത് രക്ഷപ്പെട്ടതാ, അല്ല ദൈവമൊന്നും, നീ ദൈവത്തിൻ്റെ കരമൊന്നും കണ്ടില്ലല്ലോ. സ്തോത്രം. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുമ്പോഴും ചിലർക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് വ്യക്തമായി ആ കരം മനസ്സിലാകാൻ വേണ്ടി ദൈവം ചിലരോട് എന്ത് ചെയ്യും? കൽപ്പിക്കും. എനിക്ക് കാണത്തക്ക നിലയിൽ ഞാൻ കണ്ട് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഞാൻ തന്നെ കണ്ട് വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? ചിലരോട് ദൈവം കൽപ്പിക്കും. പുറപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
ആ ആ ആ ആ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അബ്രഹാമിനോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ. മിസ്രൈമിലേക്ക് എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല. ആ ദൈവത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, പക്ഷെ അവർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. അവരുടെ കഷ്ടത കണ്ട നിലവിളി കേട്ട് അവരെ രക്ഷിപ്പാൻ ഞാൻ എന്ത് ചെയ്തിരിക്കുക? ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാ. ഞാൻ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന ദൈവത്തിന് അവരെ അങ്ങനെ കൊണ്ടുപോയാൽ പോരായിരുന്നു? സ്തോത്രം. ഉടനെ ദൈവം തമ്പുരാൻ, ഇറങ്ങി വന്ന ദൈവം ഈ ജനത്തെ രക്ഷിപ്പാൻ മോശയോട് കൽപ്പിക്കുന്നു. അവർക്കറിയാവുന്ന വ്യക്തിയാണ് ആര്? മോശ. അവരെ പോലെയുള്ളൊരു വ്യക്തിയാണ് മോശ. ഹല്ലേലൂയ. അതിന്റെ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആകയാൽ മോശേ, നീ വരിക, ഞാൻ ഇറങ്ങി വന്നു. ആ ആ ഞാൻ നിന്നെ അയക്കും. മോശയോട് ദൈവം കൽപ്പിച്ചു, എൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ഇടപാട് മിസ്രൈമിലെ ജനം ആരും അറിയുന്നില്ല, ഇസ്രായേൽ ജനം അറിയുന്നില്ല. ദൈവം തൻ്റെ ജനത്തിൻ്റെ, ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവസ്ഥനിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നെടുവീർപ്പെടുകയാണ് അവർക്കൊരു വിടുതലിന് വേണ്ടി. പക്ഷേ ആ ജനത്തോട് പറയാതെ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആരോടുള്ള വാക്ക് നിമിത്തം? അബ്രഹാമിനോടുള്ള വാക്ക് നിമിത്തം. നമുക്ക് വേണ്ടി കരയുകയും നമുക്ക് വേണ്ടി ഉപവസിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നിമിത്തം ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ സമയത്തിറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ഇസ്രായേൽ ജനം അറിയാതെ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി ദൈവം മോശയുമായി ഒരു കരാറിൽ ഒപ്പിടുക്കുക. ഞാൻ നിന്നെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? എന്നെ വിടുവിക്കാനും എന്നെ ഉദ്ധരിക്കാനും എന്നെ മാനിക്കാനും എന്നെ ഉയർത്താനും സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ ചിലരെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരോട് കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ. മോശ അതിൽ നിന്ന് മാറാൻ നോക്കിയാൽ ദൈവം വിട്ടില്ല. ഹല്ലേലൂയ. മോശ എത്ര പ്രാവശ്യം മാറിയെന്നറിയാവോ? എത്ര പ്രാവശ്യം മാറി? ഇറങ്ങി വന്ന ദൈവമേ, അങ്ങേക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ വളച്ചൊടിപ്പ് വല്ലതും ഉണ്ടോ? അങ്ങേക്ക് കഴിയാത്തത് വല്ലതും ഉണ്ടോ? അങ്ങേക്ക് നേരിട്ട് തന്റെ ജനത്തെ വെടിവെച്ച് കൊണ്ടുപോകാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ദൈവം പറഞ്ഞു, ഇല്ല, അവർ എന്നെ കാണത്തില്ല. ആമേൻ. സ്തോത്രം. എൻ്റെ പ്രവൃത്തി അവരെന്ത് ചെയ്യത്തില്ല? അവർ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നിന്നെ, അവരിൽ ഒരാളെ പോലെ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഞാൻ നിർത്തും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ നിന്റെ പുറകിൽ നിൽക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇന്ന് പകൽ കർത്താവ് പറയുന്നത്, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചിലരോട് കൽപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക ദൈവമക്കളെ, ഞാൻ പോലും അറിയാതെ ചില ഡീലിങ്സ് നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നിന്റെ രോഗത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദൈവം തമ്പുരാൻ ചിലരോട് ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിസമ്മതിച്ചു കൂടാ, അവർക്ക് വിസമ്മതിച്ചുകൂടാ, അവർക്ക് അതിൽ നിന്ന് മാറിക്കൂടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വിടുവിക്കാൻ ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ. ഹല്ലേലൂയ. മനുഷ്യരെ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആദ്യം പറഞ്ഞു, സൂതികർമ്മികളോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഒറ്റ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൊല്ലരുത്. നിങ്ങൾ കൊല്ലരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അവർ ദൈവത്തെ ഭയപ്പെട്ടെന്ന. രാജാവിനെ ഭയപ്പെടേണ്ടവര് ദൈവത്തെ ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരാദ്യമൊക്കെ പറഞ്ഞു കാണും, യോ ഞങ്ങളുടെ ജോലി പോകും. എന്തേരെ പാടുപെട്ടാന്നറിയാവും ഇങ്ങനെ ഒരു ജോലി കിട്ടിയത്. ആ ജോലി പോകും. ഞങ്ങൾക്കിവിടെ കൃത്യമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയല്ല, പിന്നെന്തുക? കൊല്ലുക. അത് നിങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല. അത് രാജ്യദ്രോഹമാണ്, വലിയ കുറ്റമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ നിർബന്ധിച്ചു, നിങ്ങൾ അവരെ കൊല്ലരുത്. അങ്ങനെയല്ലേ മോശ ജനിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിടിവിക്കാൻ ഇറങ്ങി വന്ന ദൈവം തമ്പുരാൻ അടുത്ത് പറഞ്ഞു, മോശേ ഞാൻ നിന്നെ അയക്കും. മോശെ പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഞാൻ പോകത്തില്ല. ഞാൻ തടിച്ച നാവുള്ളവനാ, ഞാൻ വിക്കനാ, വാക്സാമർത്ഥ്യമില്ലാത്തവനാ, അവിടുന്ന് ഓടിപ്പോന്നവനാ, ഒരിക്കലും ഇനി എന്നെ അവർ സ്വീകരിക്കത്തില്ല. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മോശയിൽ കൂടെയല്ലേ അത്ഭുതകരമായ നിലയിൽ ദൈവം തമ്പുരാൻ തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ നിന്റെയും ചില തടസ്സങ്ങളെ മാറ്റി കൊണ്ടുവരാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ വഴിയിലേക്ക് ചില കെട്ടുകളെ പൊട്ടിച്ചു കൊണ്ടുവരുവാൻ ദൈവം തമ്പുരാൻ ചിലരോട് ഇന്ന് പലകാലം കൽപ്പിക്കുകയാ. ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ എന്റെ കർത്താവ് ഇന്ന് പലകാലം കൽപ്പിക്കുന്ന കൽപ്പന ഇന്ന് പലകാലം കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോനയുടെ അനുസരണക്കേട് നമുക്ക് എല്ലാവർക്കും അറിയാം. നിനവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് പോയി. അനുസരണക്കേടിന് ദൈവം തക്ക ശിക്ഷാ നടപടി എടുത്തു. ദൈവം എടുത്ത ശിക്ഷാ നടപടി എന്താ? ആ കടലാനയുടെ വയറ്റിലേക്ക്. സ്തോത്രം. ശിക്ഷാ നടപടി ഇങ്ങനെയാണ്. കപ്പലിലെ കൗൺസിൽ ഒന്നിച്ചു കൂടിയിട്ട് തീരുമാനമെടുത്തു, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം? കടലിലിട്ട് കളയാൻ പറഞ്ഞു. സ്തോത്രം. അതാണ് ശിക്ഷാ നടപടി. ആ നടപടി സ്വീകരിച്ചതാരാ? സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനെന്തുണ്ട്? ശിക്ഷാ നടപടി ഉണ്ട്. അവൻ്റെ ഉറക്കം പോയി. അവനെ അടുത്ത് എന്ത് ചെയ്തു? കടലിലേക്ക് ഇട്ടു. സ്തോത്രം. കടലിലേക്ക് ഇടുന്ന സമയത്ത് യോനയുടെ സകല പ്രതീക്ഷ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. സ്തോത്രം. കപ്പലേന്ന് കാല് തന്നെ വെള്ളത്തിൽ വീണെങ്കിൽ ആര് രക്ഷിക്കും? കപ്പൽക്കാര് രക്ഷിക്കും. ഇനി അവരാരും രക്ഷിക്കുമോ? ഇല്ല. അവരെടുത്തിട്ട് ശിക്ഷാ നടപടിയാ. സ്തോത്രം. ശിക്ഷിച്ചതാണ് എങ്ങോട്ട്? വെള്ളത്തിലേക്ക്. ശിക്ഷാ നടപടി പ്രകാരമാണ് അവൻ എറിഞ്ഞത്. ഇനി അവിടുന്ന് ഒരു സഹായം ഇല്ല. പിന്നെ ആരാ ആ കടലിൽ സഹായിക്കാനുള്ളത്? ആരുമില്ല. സകലതും തീർന്നു എന്നാണ് യോന നിശ്ചയിച്ചത്. പക്ഷേ ദൈവം തമ്പുരാൻ അനുസരണക്കേടിന് ശിക്ഷാ നടപടി സ്വീകരിച്ചു. അവിടുത്തെ കൗൺസിൽ കൂടി അവർ ഒരുമിച്ച് തീരുമാനിച്ചു, യോനയെ പിടിച്ച് എന്ത് ചെയ്യണം? കടലിലേക്ക് ഇടണം എന്ന്. ഇവിടെ നടപടി എടുത്തപ്പോൾ തന്നെ കർത്താവ് മഹാമത്സ്യത്തോട് കൽപ്പിച്ചു, എൻ്റെ ശിക്ഷാ നടപടി പ്രകാരം ഒരുവൻ ഇപ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് വരും, അവനെ നീ വിഴുങ്ങണം. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ശിക്ഷാ നടപടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹമോടെ കാണാൻ പറ്റുമല്ലോ. നമ്മുടെ മേലൊക്കെ ദൈവം നമ്മൾ എത്രയോ ശിക്ഷാ നടപടി എടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അവിടെയൊന്നും നമ്മൾ തകർന്നു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയെല്ലാം കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. അവനെ നശിപ്പിച്ചു കളയരുത്. വലിയ സീരിയസ് ആയിട്ട് ചിലർ ആശുപത്രിയിലേക്ക് ചെല്ലും. പ്രൈസ് ദി ലോർഡ്. കൈവിട്ട കേസായിരിക്കും. പക്ഷെ ദൈവം തമ്പുരാൻ ഒരു ഡോക്ടർക്ക് ഒരു ബുദ്ധി കൊടുക്കും, ഒരു പ്രത്യേക ജ്ഞാനം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവൻ അതിന് പ്രത്യേക ഒരു നിരീക്ഷണം ചെയ്യാനുള്ള ഒരു കൃപകർത്താവ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവനെ കൊല്ലരുത്, ഇവനെ കൊല്ലരുത്, ഇവനെ കൊല്ലരുത്, ഇനി എനിക്ക് ഇവനെ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ എത്രയോ കേസുകളാ നമ്മൾക്കറിയാവുന്നത്, എത്രയോ കേസുകളാ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുക, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ചട്ടം ഞാൻ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. അമേ അങ്ങനെയെങ്കിൽ അമേ അനുസരണക്കേടിലൂടെ ആരെങ്കിലും മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ശിക്ഷണ നടപടി എടുത്താലും ദൈവം നശിപ്പിച്ചു കളയത്തില്ല. നിന്നെ രക്ഷിപ്പാൻ ദൈവം തമ്പുരാൻ ഒരു മത്സ്യത്തോട് കർത്താവ് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വഴി വിട്ടുപോകുന്ന, അനുസരണക്കേട് കാണിക്കുന്ന, ദൈവഹിത പ്രകാരം സഞ്ചരിക്കാത്ത എന്നോടും നിങ്ങളോടും ദൈവം തമ്പുരാൻ ശിക്ഷാ നടപടി സ്വീകരിക്കും. അത് ദൈവത്തിന്റെ നീതി. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ സ്നേഹം എന്നറിയാവോ? നശിച്ചു പോകാതെ വണ്ണ നിന്നെ ഉള്ളങ്കരങ്ങളിൽ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം മറുഭാഗത്തുണ്ട്. ഹല്ലേലൂയ. ഈ മഹാമത്സ്യത്തിന് കൽപ്പന കാണിച്ചു. കൽപ്പന ചെയ്താ യോനയെ കൊല്ലരുത്, യോന മരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തിമിംഗലം ദൈവമായി ഒരു സംസാരം. ദൈവമേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എൻ്റെ കാര്യമൊക്കെ അങ്ങേക്ക് നല്ലതുപോലെ അറിയാലോ, എൻ്റെ വലിപ്പം അങ്ങേക്ക് അറിയാലോ. എൻ്റെ ഉള്ളിലേക്ക് ഒരു ഇര വന്നാൽ നിമിഷ നേരം കൂടെ എന്ത് ചെയ്യും? അത് ദഹിച്ചു പോകും. എൻ്റെ ഉള്ളിൽ തീയാ, ദഹിച്ചു പോകും. പിന്നെ എങ്ങനെയാ എനിക്ക് ഇവനെ രക്ഷിക്കാൻ പറ്റുന്നത്? ഞാൻ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ദഹിച്ചിരിക്കും. കർത്താവ് പറയുന്നു, ആ കാര്യം ഞാൻ ഏറ്റു. രക്ഷാപദ്ധതി എല്ലാം ദൈവമേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 ദിവസം ദഹനരസമില്ല. ദൈവം നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? ആമേ. കർത്താവ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നിന്റെ ശരീരത്തിന്റെ മേൽ നിന്നെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാ. നിന്റെ രക്തത്തിൽ, നിന്റെ ഹോർമോണിൽ, നാഡീ ഞരമ്പുകളിൽ, ആന്തരിക അവയവങ്ങളിൽ ഒരു ദൈവശക്തി പകരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശിക്ഷാ നടപടി ലോകമറിഞ്ഞു. എൻ്റെ ഭാവന ഇന്നത്തെ രീതിയിലാണെങ്കിൽ പിറ്റേ ദിവസത്തെ TV-യിൽ ഫോട്ടോ സഹിതം യോന എങ്ങോട്ട് വീഴുന്നു? കടലിലേക്ക് എറിയുന്ന ലൈവ് കാണുക. എല്ലാവരും ലൈവ് കാണുക. ശിക്ഷാ നടപടി. ദൈവത്തിന്റെ പ്രവാചകനായ യോനയെ കടലിൽ എറിഞ്ഞു കൊന്നു. ശിക്ഷാ നടപടി. ലോകം മുഴുവൻ ഞെട്ടി. അത്ര അറിയത്തുള്ളൂ, തീർന്നു. പക്ഷെ ക്യാമറയില്ലാത്ത കടലിനടിയിൽ ആരും അറിയാതെ ഒരു രക്ഷണ്യ പ്രവൃത്തി. ഇതാ ദൈവം, ഇതാ ദൈവം. നീ തീർന്നു എന്ന് പലരും പറയും, നീ ഇല്ലാതെയായി പോയി എന്ന് പലരും പറയും. നിന്റെ അവസ്ഥ കണ്ട് ലോകം കൊട്ടിഘോഷിക്കും. എന്നാൽ ആരും അറിയാതെ ഒരു രക്ഷാപ്രവൃത്തി അടിയിൽ കൂടെ ദൈവം തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കപ്പിത്താൻ അറിയാതെ, കടലറിയാതെ, ആരും അറിയാതെ അവൻ ദൈവം തമ്പുരാൻ യോനയെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഉദ്ദേശ സ്ഥാനത്ത് നിർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയത്! ഹല്ലേലൂയ. ആ യോനയുടെ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അനുഭവമുണ്ട്? നീ തീർന്നു. നിന്റെ അവസ്ഥകൾ ലോകം മുഴുവൻ അറിഞ്ഞു. ലോകം മുഴുവൻ അറിഞ്ഞു. പക്ഷെ നീ തകർന്നു പോയില്ല. നീ തകർന്നു പോയില്ല. ആരും അറിയാതെ അന്തർഭാഗത്തുകൂടി ഒരു രക്ഷണ്യ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരും അറിയാതെ ആ മഹാമത്സ്യം യോനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. അതാണ് ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തി. ദൈവം ഒരുവനോട് കൽപ്പിച്ചാൽ അത് ഇടയ്ക്കിട്ടിട്ട് പോകത്തില്ല. ആ പ്രവൃത്തി ഇന്ന് വരെ സക്സസ് ആകാതെ പോയിട്ടില്ല. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം ചലിച്ചുകൊണ്ടിരിക്കുകയാ കുഞ്ഞെ. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും എത്ര വലിയ പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാലും എന്റെ ദൈവത്തിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അതിനെ മുക്കിക്കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ കൽപ്പിക്കും. ആ രക്ഷണീയമായ പ്രവൃത്തി യോനെ ആളുമാറ്റി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ആ യോനയും ദൈവവുമായുള്ള ബന്ധം വളരെ ഇഴയടുപ്പമുള്ള ബന്ധമായിരുന്നു. ഹല്ലേലൂയ. പിന്നെ യോന ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ഓരോ അനുഭവങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 91 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. 91 സങ്കീർത്തനം നടത്തി. ഹല്ലേലൂയ. 11 വാക്യം. സ്തോത്രം. ഇതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമാകട്ടോ. ദൂതന്മാരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ എന്നെ രക്ഷിപ്പാൻ ദൈവം ആരോട് കൽപ്പിച്ചിരിക്കുക? ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ ദൂതനോട് കൽപ്പിച്ചത്? സ്തോത്രം. എല്ലാ സമയത്തും എന്നെ രക്ഷിപ്പാൻ ദൂതനോട് കൽപ്പിച്ചത് എന്നാന്നൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 5 വാക്യം ഒന്ന് വായിക്കാം. രാത്രിയിൽ എൻ്റെ കുഞ്ഞ് ഭയപ്പെടരുത്. ദൂതനോട് പറഞ്ഞേക്കുന്ന കേട്ടോ. എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കും പെട്ടയ്ക്കൊക്കെ താമസിക്കുന്ന രാത്രിയിൽ. സ്തോത്രം. ആ രാത്രിയിൽ ഒരു ഭയമുണ്ട്. രാത്രിയിലൊരു ഭയം. സ്തോത്രം. അതെന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. രാത്രിയാകുമ്പോൾ ഒരു ഭയം. ഞാൻ ഒറ്റയ്ക്കുള്ളൊന്നൊരു ഭയം, ആരുമില്ലല്ലോ എന്നുള്ളൊരു ഭയം, ആരെങ്കിലും പുറത്തുണ്ടോ എന്നുള്ളൊരു ഭയം. ഇങ്ങനെ പലവിധമായ ഭയമാണ് രാത്രിയിലെ ഭയം. ദൂതനോട് കൽപ്പിച്ചത് എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണം. സ്വർഗത്തിന്റെ ഓർഡറാ. രാത്രിയിൽ എൻ്റെ കുഞ്ഞ് ഭയപ്പെടരുത്. സ്തോത്രം. ഈ വചനം കേട്ട് ആ ഭയത്തിൽ നിന്ന് ജയമൊക്കെ പുറത്തു വന്നോണം. രാത്രിയിൽ ഭയപ്പെടരുത്. പിന്നെയോ, പകൽ പറക്കുന്ന അസ്ത്രം അവരെ തൊടരുത്. അവർ കാണാതെ പകൽ പറക്കുന്ന ചില അസ്ത്രങ്ങളുണ്ട്. സ്തോത്രം. ആ അസ്ത്രത്തിന്റെ മൂർച്ച കൂടുന്നത് ഉച്ചയ്ക്ക്. എന്നാ ആർക്കെല്ലാം അറിയാം? എന്നാന്ന് ആർക്കും അറിയത്തില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ. അപ്പൊ ഇരുട്ടിൽ ചിലത് സഞ്ചരിക്കുന്നുണ്ട്, ഉച്ചയ്ക്കും ചിലത് സഞ്ചരിക്കുന്നുണ്ട്. ഉണ്ടോ? ഇതൊന്നും എൻ്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കരുത്. ദൂതനോട് കൽപ്പിച്ചിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാർക്കുന്ന വീടിന്റെ ശ്രേഷ്ഠതയോ ലോക്കിന്റെ കട്ടിയോ കനവോ ഗേറ്റിന്റെ ശ്രേഷ്ഠതയൊന്നും അല്ല കേട്ടോ. ഈ വചനം ഇന്നും സ്വർഗത്തിൽ ദൂതന്മാർ പരിപാലിക്കുന്നുണ്ട്. ഈ ദൂതന്മാർ ഇന്നും ഈ വചനപ്രകാരം ആജ്ഞ നിർവഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? രാത്രിയിൽ എൻ്റെ മക്കൾ ഭയപ്പെടരുത്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ അവരെ തൊടരുത്. ഹല്ലേലൂയ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എൻ്റെ കുഞ്ഞുങ്ങളെ തൊടരുത്. ഇത് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം.
അതുകൊണ്ടാണ് നമ്മൾ സുന്ദരമായി കിടന്നുറങ്ങുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. എന്നെക്കാളും ബലവാനായ, ആമേൻ, ആത്മജീവികളായ ഏറ്റവും കുറഞ്ഞ 2 ദൂതന്മാരെ ദൈവം തമ്പുരാൻ ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് കാവൽ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കാക്കുന്നത് നീ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ അല്ല. ഹല്ലേലൂയ കേട്ടോ. ആമേ, സ്തോത്രം. ആമേ, നിന്റെ സെക്യൂരിറ്റി ഒന്നുമല്ല നിന്നെ പരിപാലിക്കുന്നത്. ആമേ, CCTV ക്യാമറയല്ല നിന്നെ പരിപാലിക്കുന്നത്. നിന്നെ പരിപാലിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരാന്നോർത്ത് ആ ദൈവത്തിന് മഹത്വമർപ്പിക്കുക. ഇത്രമാത്രം ശ്രേഷ്ഠമായ നിലയിൽ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൂതനോട് കൽപ്പിച്ച ഇതൊക്കെ നമ്മോട് പറഞ്ഞിട്ടല്ല, നമ്മോട് പറഞ്ഞല്ല, ദൂതനോട് ഏൽപ്പിച്ചിരിക്കുന്ന. സ്തോത്രം. ദൂതന്മാരൊക്കെ അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ്. ഓരോ ദൂതൻ ഇന്ന് വരെ അനുസരണ കാണിച്ചിട്ടില്ല. അടുത്തത് പറഞ്ഞിരിക്കുന്നത് വായിച്ച് അതിന്റെ 10ാമത്തെ വാക്യം. അനർത്ഥം, നീതിമാന അനർത്ഥം ഇല്ലെന്നല്ല. എത്രയുണ്ട് നീതിമാന അനർത്ഥം? അസംഖ്യം. നീതിമാന് വരുന്ന അനർത്ഥമൊന്നും എണ്ണിയ തീരത്തില്ല. നിന്നെ ഇടിച്ച് പിഴിഞ്ഞ് ഉടച്ച് ഇല്ലാതെയാക്കാൻ അനർത്ഥമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു അനർത്ഥവും നിനക്ക് എന്ത് ചെയ്യത്തില്ല, അത് ഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, കണ്ണേ കൊള്ളണ്ട എവിടെ കൊണ്ടുപോകും, ആ പിരിയത്തെ കൊണ്ട് പറയത്തില്ലേ, തെറ്റി മാറ്റും കർത്താവ്. ചിലർ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാ പിരിയത്തെ കൊണ്ട് കടത്താൻ അങ്ങ് സൂക്ഷിച്ചാൽ പോരായിരുന്നു എന്ന്. എന്നോട് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ദൂതന്മാർ നമ്മളെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഇച്ചിരി തോലി പോയത്? ലിസിയാൻറ്റി, എന്തിനാ ഇച്ചിരി തൊലി പോയത്? എന്തിനാ? ദൂതന്മാരുണ്ടെങ്കിൽ താങ്ങിയാ പോരായിരുന്നോ? ഞാൻ കണ്ടു വിശ്വസിക്കണം. ഹല്ലേലൂയ. വീഴാതെ 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 നിന്നെ സൂക്ഷിക്കാൻ ദൈവശക്തനാ. പക്ഷെ നിനക്ക് ദൈവത്തോട് സ്നേഹം വർദ്ധിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരല്പം തൊലി പോയി, ഹല്ലേലൂയ, ദോഷമൊന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ മേൽ ജയം ഘോഷിപ്പാൻ ഇടയാക്കിയില്ല. കാരണം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ഭവിക്കത്തില്ല. അങ്ങനെയല്ല വന്നത്, അങ്ങനെയല്ല. ഒരു ഇടി വന്ന് വീഴുന്നത് ചുമ്മാ ശബ്ദം കേൾപ്പിച്ചു പോകാനല്ല, കരിച്ച് പൊടിച്ചു കളയാല വന്നത്. ഹല്ലേലൂയ. ആ വന്ന ഇടി അടുത്ത് നിന്ന് തെങ്ങേ വന്ന് വീണു. അതൊന്ന് കത്തുക, പച്ചയ്ക്ക് കത്തുക. അതുപോലെ കത്തേണ്ടതാ ഞാന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കും, കർത്താവേ, ആ തെങ്ങ അല്ലെങ്കിൽ ആ തെങ്ങ അവിടെ നിന്നാണെങ്കിൽ 2 തെങ്ങ കിട്ടിയനല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്ന, മോനെ, കണ്ണു തുറന്ന് കാണണം, ഈ തെങ്ങ് കത്തുന്നത് പോലെ നീ കത്തേണ്ടതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ആ തെങ്ങ് കണ്ട് നീ ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പിശാച് കേൾക്കാൻ ഞാൻ വിളിച്ചു പറയുക, ഒരനർത്ഥവും തന്റെ ജനത്തിന് ഭവിക്കാതെ വണ്ണ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അത് വിടുവിക്കുന്ന ദൈവമോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദൂതനോട് തന്നെ പറഞ്ഞത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്. സ്തോത്രം, ആമേൻ. ഇത് പറഞ്ഞിരിക്കുന്ന ദൂതനോട് പറഞ്ഞേ, ഒറ്റ ബാധ എൻ്റെ ജനത്തിന്റെ കൂടാരത്തെ അടുപ്പിക്കരുത് നീ. നമ്മൾ ചെയ്യാനല്ലേ, നമ്മൾ വടി കൊണ്ടൊന്നും നിൽക്കണ്ട, നമ്മൾ വടിയും കുന്തും കൊണ്ട് നിൽക്കണ്ട. ബാധകൾ ഒന്നൊന്നും അല്ല ദൈവമക്കളെ. ഓരോ ബാധകൾ വന്ന ഓരോ വീട് കാണണം, ഓരോ കുടുംബം കാണണം. ഓരോ കുടുംബം കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇങ്ങനെയുള്ള ബാധകളൊക്കെ വരുമ്പം
ദൂതനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളുടെ കൂടാരത്തിനോട് എന്ത് ചെയ്യരുത്, അത് അടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ ലോകരാജ്യങ്ങൾ മുഴുവൻ തൊടുത്തുവിടുന്ന ബോംബും മിസൈലും എങ്ങനെ തകർക്കുന്നേ? അയൺ ഡോം കണ്ടിട്ടില്ലേ? അവിടെ രാജ്യത്തു വീണ് ഭസ്മമാക്കി കളയാൻ വരുന്ന ആയുധം ആകാശത്ത് വെച്ച് എന്ത് ചെയ്യുക? തകർക്കുക. മാനുഷിക ബുദ്ധിയിൽ ചെയ്യുന്ന കാര്യമാണ്. അതിനെ നിർവീര്യമാക്കി കളയുക. ഇതുപോലെ തന്നെയാണ് ഒരു എത്ര 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 ബോംബിനേക്കാളും ശക്തിയുള്ളതെന്നറിയാം ഒരു ബാധ. ഒരൊറ്റ ബാധ എത്ര പവറുണ്ടെന്നറിയാവോ? ആ ബാധ എൻ്റെ കൂടാരത്തിന് നേരെ എൻ്റെ അഡ്രസ്സിൽ തൊടുത്തു വിടുമ്പോൾ ദൂതന്മാർ എൻ്റെ വീടിനോട് അടുക്കാതെ എത്രയോ ദൂരെ വെച്ച് അതിനെ ദൂതന്മാർ തകർത്ത് കളയുന്നു. ആ കാഴ്ച എന്ന് പലക്കാൽ ഒന്ന് കണ്ടോണം. ഹല്ലേലൂയ. നിന്റെ വാഹനത്തിന് നേരെ വരുന്ന ബാധ, നിന്റെ ശരീരത്തിന് നേരെ വരുന്ന ബാധ, നിന്റെ വീടിന് നേരെ വരുന്ന ബാധ, നിന്റെ ബിസിനസിന് നേരെ വരുന്ന ബാധ, ദൂതന്മാർ അതിനെ വെല്ലി വെട്ടിക്കളയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 12ാമത്തെ വാക്യം. ദൂതനോട് പറഞ്ഞു കേട്ടണോ? എൻ്റെ കൊച്ചിൻ്റെ കാല് ഒരു കല്ല് പോലും തൊട്ടുപോകരുത്. കൽപ്പനയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാണ്ടിലോറി ഇടിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. എൻ്റെ കുഞ്ഞ് നടന്നു പോകുമ്പോ അവന്റെ കുഞ്ഞു കാല്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു കല്ല് തട്ടാതെ നീ കാത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തട്ടി വീഴ്ച കളയാൻ ചില കല്ലുകളൊക്കെ ശത്രു വഴിയിൽ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ആ കല്ല് വരെ തട്ടാതെ നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ വചനം ധ്യാനിച്ചു, ദൈവം ഇത്രയും സംരക്ഷണമോ? ഹല്ലേലൂയ. ഇത്രയും സംരക്ഷണമോ? ആമേൻ. നീ വീണിട്ട് എന്താ നിലംപരിച്ചാ? പൊടിയമാമ അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. എത്രയാ വീഴ്ച വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ നിലംപരിചയാകാതിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരം. രക്ഷിപ്പാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ തള്ളിയാലും, ഹല്ലേലൂയ, ഞാൻ വീഴാതെ എന്നെ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ഇത്ര നല്ല ഒരു ദൈവത്തെ സേവിക്കുന്നത് എത്ര ഭാഗ്യമാ ദൈവമക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കാല് പോലും ഒരു കല്ല് തട്ടാതെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഡീലിങ്സ്. ഓരോ ദിവസം ദൂതന്മാർ കണക്ക് കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് ദൂതന്മാർ കൊടുത്തു. ഹല്ലേലൂയ. ദൂതന്മാർ പറഞ്ഞു, ബാധകളുടെ പെരുമഴയായിരുന്നു. ഒരെണ്ണം പോലും അങ്ങയുടെ മക്കളുടെ വീടുകളുടെ അടുത്ത് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വല്ലതും അറിയാവോ? ഏതെങ്കിലും ബാധ എൻ്റെ വീട്ടിൽ വന്ന് നമുക്കറിയാവോ? നമ്മളൊന്നും അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം അറിയാതെ യഹോവയായ ദൈവം തമ്പുരാൻ മോശയുമായിട്ട് ഡീലിങ്സ് നടത്തി. എൻ്റെ ജനത്തെ നീ രക്ഷിക്കണം. ഹല്ലേലൂയ. കപ്പൽക്കാരറിയാതെ, യോന പോലും അറിയാതെ മത്സ്യവുമായി ദൈവം തമ്പുരാൻ ഡീലിങ്സ് ചെയ്തു. എൻ്റെ ദാസനെ നീ രക്ഷിക്കണം. കൽപ്പനയാ. ആ കൽപ്പനയുടെ മുമ്പിലൊന്നും അവർ ഒരു സെക്കൻഡ് മാറത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും.
മാറത്തില്ല. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നടത്തി 43-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 43:6. സ്തോത്രം. പ്രകൃതിയോട് ദൈവം കൽപ്പിക്കും, ദേശത്തോട് ദൈവം കൽപ്പിക്കും, ദിക്കിനോട് ദൈവം കൽപ്പിക്കും. സ്തോത്രം. ഇവിടെ വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിച്ചു. സ്തോത്രം. എന്തുവാ തരികയെന്നും തടുത്തു വെക്കരുതെന്നും പറഞ്ഞത്? അതോട്ട് വായിച്ചേ. ഞാൻ ചിലരൊക്കെ കൊണ്ടുവരാൻ പോവാ ഇങ്ങോട്ട്. ചിലതിനൊക്കെ കൊണ്ടുവരാൻ പോകുക. ദൈവത്തിൻ്റെ ആജ്ഞയാണ് കേട്ടോ, ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൂരത്ത് നിന്ന് ഞാൻ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് ഒത്തിരി പേരെ കൊണ്ടുവരാനുണ്ട്. പക്ഷേ ചില ദേശം അതിനെ തടയുകയാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ച് വിളിച്ച് എല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യുക? തടയുകയാണ്. വടക്ക് പറയുക, ഞാൻ തരത്തില്ല, ഞാൻ വിട്ടു തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെക്കും പറയുക, ഞാനും വിട്ടു തരത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉടനെ ദൈവം തമ്പുരാന്റെ കൽപ്പന. സ്തോത്രം. വടക്കിനോടും തെക്കിനോടും കർത്താവ് കൽപ്പിച്ചു, തടയരുത്, തടയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറകൾക്ക് വേണ്ടി വെളിപ്പെടേണ്ട നന്മയെ തടയുന്ന ഏതെങ്കിലും ദേശശക്തി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനപ്രകാരം കൽപ്പിച്ചിരിക്കുകയാണ്, തടയരുത്, തടയരുത്. ഹല്ലേലൂയ. തെക്കിനോട് പറയുക, വിട്ടുതരിക, വിട്ടുതരിക. ആമേൻ. ഹല്ലേലൂയ. തടയരുത്. തലമുറയുടെ വിഷയത്തിൽ മേലൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. 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 എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ദൈവം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തമ്പുരാൻ തലമുറകളുടെ മേൽ വെളിപ്പെടേണ്ട ചില വിടുതലുകൾ ഈ വർഷം കർത്താവ് ചെയ്യുവത്. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം ചില ദേശത്തേക്ക് ചെല്ലാൻ പോകുകയാണ്. എല്ലാവരും ഒന്ന് വേദോത്സവം അടച്ചു വെച്ച് അല്പസമയം നമ്മൾ ആരാധിച്ച് ആത്മാവിൽ ഒന്ന് വെട്ടി പോരാടാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് അമ്മയെ പ്രയത്നിച്ചിട്ട് അമ്മയെ വിട്ടുതരാതിരിക്കുന്ന ചില ദേശശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൽപ്പന മുഴങ്ങിയിരിക്കുകയാ. ഒന്നിച്ച് ദൈവജനം ആത്മാവിലൊന്ന് പാടി, ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അന്യഭാഷകളിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനത്തിന്റെ ശ്രേഷ്ഠത എത്ര വലുതാ. Tudama raba rausha bana, Tudama negadaga shandala raudamana, Dirada lagadagasi, Rigalauda balagadagasio. Hallelujah. Diraba lagadaga shandala raba lagadagasio. Glory balauda shandala ruda balagadagasi. Tudamane gadaga shamdala udabala Tudamane gadaga shiraptare udabala gadala udabana Iradala udabara gamdala udabala ramdala Tudabara ramdala dunamana ravushaba ramdala rabala Kiragada dagala ushaba ramdala rabano Hallelujah, hallelujah, hallelujah. Tira jagana rabana ragadala ravuche ramdala Hallelujah,
ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടലേ, കണ്ണുനീരിലും തളർന്നിടലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റേതാണ്, നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും അലറിടലേ, കണ്ണുനീരിലും തളർന്നിടലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും അതറിടലേ, കണ്ണുനീരിലും തളർന്നിടലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വീഴിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാ യേശു എന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വീഴിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാ യേശു എന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലോ തളർന്നിടലേ, കണ്ണുനീരിലും തളർന്നിടലേ. ഞാനെന്നും നിന്റെ ദൈവം, എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലോ അതറിടലേ, കണ്ണുനീരിലോ തളർന്നിടലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ.
Praise the Lord. Hallelujah, 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 hallelujah. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് പകൽ കർത്താവ് തന്നത്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ ബലത്തോടെ കടന്നു പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.